അതിനുശേഷം എന്താ സംഭവിച്ചത് പുള്ളിക്ക്? ഇന്നലെ ഷെൽജുവിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, ഷെൽജുവിൻ്റെ സീനിയർ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഞാൻ കണ്ടില്ല, അവനെ വിളിച്ചിട്ട് ഞാൻ പോയതാണ്. അവൻ്റെ കാറുമായിട്ടാണ് ഞാൻ പോയത്. പിന്നീട് അറിഞ്ഞ ഇടുക്കിക്ക് പോകുന്ന യാത്രയിൽ തൊടുപുഴ ആയപ്പോഴാണ് അറിഞ്ഞത് ഷെൽജുവിന് സുഖമില്ലാണ്ട് ചെമ്മീൻകെട്ടിയിൽ നിന്ന് ഒട്ടും വയ്യാതെ കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം ഒരു അനക്കമൊന്നും ഉണ്ടായില്ല. അനക്കം മീൻസ് ഒട്ടും വയ്യാണ്ട്. പിന്നെ ഒപ്പം തന്നെ ലേക്ക് ഷോറിൽ എത്തിച്ചു. പക്ഷേ നമ്മൾ യാത്ര അറിയില്ല, ഒരു നിലമ്പൂർ റോഡിൻ്റെ ഇതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു 10-20 മിനിറ്റോളം ഒരു ട്രൈ ചെയ്തു. അപ്പോൾ പക്ഷേ പോയി. ആളങ്ങനെ ഒരു നല്ല ഹെൽത്താണ്, അതുപോലെ മദ്യപാനമോ സിഗരറ്റോ ഒന്നുമില്ല. കൂടി ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും വർക്കൗട്ടും ജിമ്മും ഒക്കെ ഉള്ള ആളാണ്. അതാ എല്ലാവരുടെയും ഒരു ഞെട്ടൽ അതാണ്. പുള്ളിക്കാരന് യാതൊരു ഇങ്ങനത്തെ സ്വഭാവം ഇല്ല, ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. എന്നിട്ട് ഏജ് എത്രയായിരുന്നു? ഏജ് ഇപ്പോൾ 49 ആയി. 49. പക്ഷേ ദൈവം വിളിച്ച സമയമൊന്നോ അല്ലെങ്കിൽ ആരോഗ്യമൊന്നോ ഒന്നുമില്ല. പോയേ പറ്റുള്ളൂ. കൂടുതൽ ഇഷ്ടമുള്ളവരെ പെട്ടെന്ന് പോയി, മമ്മിയുടെ അടുത്തേക്ക് പോയി. വേറെ എന്തെങ്കിലും ഇതുവരെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ഒരു 2-3 ആഴ്ച, ഒരു 2 മാസത്തിന് മുമ്പ് ഒരു പനി വന്നായിരുന്നു. പനി നല്ല പനിയായിരുന്നു. അത് കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഷെൽജു പിന്നെ അതിനുശേഷം സെമിക്കും പനിയുണ്ടായിരുന്നു. 10 ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. കാണുന്ന സമയത്തൊന്നും അങ്ങനെ പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പെട്ടെന്ന് അറ്റാക്ക് ഇങ്ങനെ വന്നല്ലേ? പുള്ളിയുടെ പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം നോർമൽ തന്നെ ആയിരുന്നു. പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട് ആള്. ഇപ്പോൾ ഞാൻ ഉണ്ടായില്ല. ഇപ്പോൾ സെമിയോർത്ത് ഷുഗർ കുറഞ്ഞതാണെന്ന് ഓർത്തു. ഷുഗർ കുറഞ്ഞതായിരുന്നില്ല, ശരിക്കും ഒരു കാർഡിയാക് അറസ്റ്റ് തന്നെയായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ അവർ നമ്മൾ ഹോസ്പിറ്റലിൽ ലേക്ക് ഷോറിലാണ്. പക്ഷേ കുറേ ഒരു 10-20 മിനിറ്റോളം അവർ ഇത് ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും പൾസ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴൊക്കെ പൾസും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ലേറ്റായപ്പോൾ റോഡിൻ്റെ മാത്രമല്ല, ലേറ്റായപ്പോഴും ഏതൊരു കാരണമല്ലല്ലോ. ഇപ്പോൾ നമ്മൾ പോകേണ്ട ഒരു കറക്റ്റ് റൈറ്റ് ടൈം വന്നാൽ പോയേ പറ്റുള്ളൂ. പക്ഷെ ഒരു താങ്ങാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം. മകളുടെ കല്യാണത്തിനൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് അവനും ഡാഡിയൊക്കെ ഇത്രയും ആക്റ്റീവായിട്ട് ബിസിനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. മകളുടെ കല്യാണത്തിനൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ഫ്രണ്ടിൽ നിൽക്കുവായിരുന്നു. വിളിക്കും, ടെൻഷൻ വേണ്ട. ശരി.